സ്കൂൾ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഓട്ടോ ഡ്രൈവർക്ക് 37 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ചുമത്തി നെയ്യാറ്റിൻകര അതിവേഗ പോക്സോ കോടതി. നെയ്യാറ്റിൻകര കോടങ്ങാവിള സ്വദേശി റിസ്റ്റിൻ ദാസിനെയാണ് കോടതി ശിക്ഷിച്ചത്. വിവരങ്ങളുമായി അഞ്ജു കൂടി ചേരുന്നുണ്ട്. അഞ്ജു, എന്നാണ് ഈ സംഭവം നടന്നത്? അവന്തിക 2017 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഈ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ഈ 10ാം ക്ലാസ് വരെ ഈ കുട്ടിയെ സ്കൂളിലും ട്യൂഷനിലും അടക്കമുള്ള കാര്യങ്ങൾക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി ഇയാൾ ഈ ഒരു അഡ്വാൻറ്റേജ് മുതലെടുക്കുകയായിരുന്നു. തുടർന്ന് ഈ വിദ്യാർത്ഥിയെ ഇയാൾ ഓട്ടോയിൽ വെച്ച് പീഡിപ്പിക്കുകയും കുട്ടിയുടെ ദൃശ്യങ്ങൾ ലൈംഗികമായി പീഡിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥിയെ ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം ഈ കുട്ടിയെ കൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ വെച്ചാണ് ഈ കുട്ടിയെ അതിനുശേഷം പീഡിപ്പിക്കുന്നുണ്ടായി. തുടർന്ന് ഈ വിദ്യാർത്ഥി തന്നെ മാതാപിതാക്കളോടും അധ്യാപകരോടും ഈ കാര്യം പറഞ്ഞതോടുകൂടിയാണ് ഈ കേസ് പുറത്തു വരുന്നത്. തുടർന്ന് ഈ ഓട്ടോ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമായിരുന്നു. ആ കേസിലാണ് ഓട്ടോ ഡ്രൈവറായ പ്രതിക്ക് 37 വർഷം കഠിന തടവും 2 ലക്ഷം രൂപയോളം പിഴയും ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. നെയ്യാറ്റിൻകര അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2017 ഉണ്ടായ കേസിന്മേലാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. ഈ കേസിനാസ്പദമായ സംഭവം തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഒരു വിദ്യാർത്ഥിയെ നമ്മൾ അത്രയും സുരക്ഷിതമായി ഏൽപ്പിച്ചിരുന്ന ഒരാളുടെ അടുത്ത് നിന്നാണ് ഇത്തരത്തിൽ മോശമായ ഒരു സമീപനവും അതുപോലെ തന്നെ ലൈംഗിക അതിക്രമങ്ങളും നേരിടേണ്ട ഒരു അവസ്ഥയുണ്ടാവുന്നത്. ആ ഒരു കേസിൽ മാതാപിതാക്കളും വിദ്യാർത്ഥിയും ചേർന്നാണ് പരാതി നൽകിയത്. എന്തായാലും ആ കേസിൽ പ്രതിക്കാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 37 വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകര ചരുവിള വീട്ടിൽ റിസ്റ്റിൻ ദാസ് എന്ന് പറയുന്ന 46 വയസ്സുകാരനാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. അവന്തിക.